ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് മേഘാലയയിലുള്ള ലിവിംഗ് റൂട്ട് ബ്രിഡ്ജാണ്. അപ്പോൾ അതിൻ്റെ ഒരു എൻട്രി ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമുക്ക് എൻട്രി ഫീ എടുക്കണം, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ കുറേ എൻട്രി ഫീ പോകാൻ മുമ്പ് ഇവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. മേഘാലയയിലത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. മേഘാലയ കാസി ഡ്രസ്സിലൊക്കെ ഇവിടെ ഈ ഓരോ പിക്ചേഴ്സിലും ഇവരുടെ ഒരു മൊത്തം ഡീറ്റെയിൽ, ഷിലോങ്ങിൻ്റെ മൊത്തം മേഘാലയയിലത്തെ മൊത്തം ഡീറ്റെയിലിങ്സ് ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് മെമ്മറി ആയിട്ട് മേടിക്കാമെന്ന് വെച്ചു. ഒന്ന് നമ്മൾ ഇന്നലെ കഴിഞ്ഞ തവണ ട്രൈ ചെയ്ത കാസി ട്രൈബ്സിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ, നമ്മൾ ഈ ഡ്രസ്സ് കോസ്റ്റ്യൂം നമ്മൾ ട്രയൽ ചെയ്തില്ലേ അതേയൊക്കെ പോലെ. ദെൻ മേഘാലയ, can I have this too? മേഘാലയ എന്ന് എഴുതിയത് ഞാൻ എടുക്കാം. ഗിഫ്റ്റ് ഓഫ് ഷിലോങ്. ഓക്കെ, ഇത് ഇവിടുത്തെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻട്രി പാസ് എടുക്കണം കേട്ടോ ഇവിടെ. കയറാൻ തുടങ്ങിട്ടോ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിലേക്ക്. അത്യാവശ്യം ഇങ്ങനത്തെ സ്റ്റെയേഴ്സ് ആണ്. അതെ അതെ അതെ, വൺ പ്ലാനിങ് ആണ് പയ്യൻസ്. അപ്പോൾ കയറ്റം കുറച്ച് ബുദ്ധിമുട്ടാണ് ഗായ്സ്. എന്നിട്ട് ഇതേ കാര്യം, ഇങ്ങനത്തെ കുറേ പടിയുണ്ട്, അത് കയറണമെന്ന് പറഞ്ഞു. കാര്യം ഇന്നലെ ഇങ്ങനത്തെ കുറേ ഒരു സ്റ്റേഴ്സ് കയറിയിട്ടാണ് നമ്മുടെ കൂടെയുള്ള ഒരാൾ, ഞാൻ ആരാന്ന് വ്യക്തമാക്കുന്നില്ല, ആൾക്ക് പണി കിട്ടിയത്. കാര്യം പെട്ടെന്ന് നമ്മൾ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ വന്നിട്ട് കുറേ സ്റ്റെപ്പൊക്കെ പെട്ടെന്ന് കയറുമ്പോൾ, അത് മാത്രമല്ല പെട്ടെന്നൊരു ഹോം വർക്ക് ഒന്നും ചെയ്യാണ്ട് കയറുമ്പോൾ നല്ല കിതപ്പുണ്ട്. അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വരുന്നില്ല കേട്ടോ, ഞാൻ വെയിറ്റിംഗ് ആണ്. ഏമി, നമുക്ക് ഈ ഒരു സ്ഥലത്തിൽ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് കേട്ടോ. ഒരു ഡീവിയേഷൻ ഉണ്ട്, താഴത്തേക്കുണ്ട് മുകളിലേക്കുണ്ട്. അപ്പോൾ നമുക്ക് അറിയില്ല, കാര്യം ഇവിടെ ഒരു ബോർഡൊന്നും വെച്ചിട്ടില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള കാര്യം. ആ ഒരു ചെറിയ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. മുകളിലേക്ക് അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ താഴത്ത് ആണെന്ന് ചോദിച്ച് മനസ്സിലായി, പോവാണ് കേട്ടോ. അപ്പോൾ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴി ഇതേപോലെ കുറേ ഷോപ്സ് ഉണ്ട്. അവിടെ കട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഉണ്ട്, മുകളൊക്കെ ഉണ്ട്. കുട്ടി കുട്ടി കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, ആവശ്യം നോക്കിയും കണ്ട് നടന്നില്ലെങ്കിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കുറച്ച് വലിയ കല്ലുകളൊക്കെ വെച്ചിട്ടാണ് സ്റ്റെയേഴ്സ് ഉള്ളത്. അപ്പം നോക്കിയും കണ്ട് നടന്നില്ലെങ്കിൽ പണിയാണ്. ഇത് ഇറങ്ങുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല, ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല, പക്ഷെ കയറുമ്പോൾ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ആ ടിക്കറ്റ് അപ്പോൾ 40 ആണ് കേട്ടോ എൻട്രി ഫീ വരുന്നത് 40 ആണ് അഡൾട്ട്സിന്. കിഡ്സിന് ഇല്ലാന്ന് തോന്നുന്നു. അപ്പം നമ്മളിത് എൻട്രി ഫീ എടുത്തു. ഇതാണ് കേട്ടോ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്. പിടിച്ച് ഇറങ്ങാൻ പറ്റും. മേഘാലയ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവര് നമ്മൾ ബോഡി അതിന് ഫിറ്റ് ആക്കണം. കാര്യം എല്ലാ സ്ഥലങ്ങളും തന്നെ കുറച്ച് നടന്നും കയറ്റും ഇറക്കമൊക്കെയാണ്. അപ്പോൾ ആ രീതിയിൽ ബോഡി പ്രിപ്പയർഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് പ്രിപ്പയർഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ കണ്ട് നടക്കാൻ പറ്റും. സോ ഇതാണ് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്.
ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ഞാൻ ഇതിൻ്റെ ഒരു വൈഡ് ഷോട്ട് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഡബിൾ ഡെക്കർ ലിവിംഗ് ബ്രിഡ്ജ് ഉള്ളത് നോങ്രിയാറ്റ് വില്ലേജ് ആണ് മേഘാലയയിലത്തെ. ഇത് വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജും കൂടിയാണ് കേട്ടോ. പിന്നെ ഇന്ത്യൻ ബനിയൻ ട്രീ അല്ലെങ്കിൽ ഫൈക്കസ് ഇലാസ്റ്റിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ചെടീൻ്റെ വേര് വെച്ചിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ഫോം ആയത്. മാത്രമല്ല ഇത് ചെയ്തിരിക്കുന്നത് കാസി ട്രൈബ്സ് ആണ്. ഇവിടെ ഉള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് കാസി ട്രൈബ്സ്. അപ്പോൾ അവരുടെ ഒരു വർക്ക് കൊണ്ടാണ് ഇത് ഇങ്ങനെ ആയത്. പിന്നെ നമ്മുടെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് എത്ര കാലം ഇതിങ്ങനെ നിൽക്കുന്നു. സെഞ്ച്വറീസ് കണക്കിന് ഇതിങ്ങനെ നിൽക്കും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. മാത്രമല്ല വർഷം കൂടുന്തോറും ഇതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് കൂടിക്കൊണ്ട് ഇരിക്കുന്നതായിട്ടാണ് പറയുന്നത്. ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിൽ കാണാനുള്ളത് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇവിടെ വരാൻ മുമ്പ് വിചാരിച്ചത് ബനിയൻ ട്രീ വെച്ചിട്ടുള്ള റൂട്ടൊക്കെ ആയിരിക്കും എന്നാണ്. പക്ഷെ റബ്ബർ ട്രീ ആണ് പറയുന്നത്. റബ്ബറിൻ്റെ ഏതെങ്കിലും വെറൈറ്റി സാധനങ്ങളായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് 2 ലെയർ ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ വേറെ രീതിക്ക് കാണാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ചു പോകാമെന്ന് വെച്ചു. വന്ന വഴിയല്ല കേട്ടോ കയറുന്നു. അപ്പോൾ തിരിച്ചു പോകാം. നമ്മുടെ ആൾക്കാരൊക്കെ തിരിച്ചു പോയി. അപ്പോൾ അത്രയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് വിശേഷങ്ങൾ. പിന്നെ കാണാനുള്ളതെന്ന് വെച്ചാൽ മറ്റേ ഇവിടെ വരുമ്പോൾ കാണുന്ന കുറേ കടകളും കാര്യങ്ങളൊക്കെയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ലോക്കൽ ഷോപ്സിൽ ഇതുവരെ പോയിട്ടുണ്ടായില്ല. അപ്പോൾ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതെ തിരിച്ച് കയറുവാണ്. അതാണ് ഇവിടുത്തെ ഒരു വിശേഷം. ഞാൻ പോകുമ്പോൾ കുറച്ചും കൂടി കാഴ്ചകൾ ആഡ് ചെയ്യാം. ഇവിടെ കുറേ ലോക്കൽ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഒലീവ്സ് ഒലീവ് പിന്നെ നമ്മൾ തിരിച്ച് താഴെ എത്തിട്ടോ. ഇത്രയേ ഉള്ളൂ കാണാൻ. ഇവിടെ വീണ്ടും ചെറിയ ചെറിയ രീതിയിലുള്ള അവലെ മാർക്കറ്റൊക്കെ. അത് ഈ 2 പാക്ക് ദോ പാക്ക്. ഇത് സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. സ്വീറ്റ് കോണൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നമ്മള് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാത്ത എന്താന്ന് വെച്ചാൽ ഒരു ബാലൻസിങ് റോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ എൻട്രി ഫീ 10 per head ആണ്. അപ്പോൾ നമുക്ക് ഇതും കൂടി കണ്ടു കഴിഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വെച്ചു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു വലിയ റോപ്പിൽ ഒരു കല്ല് ബാലൻസ് ചെയ്ത് വെച്ചതാണെന്ന് ആണ് പറയുന്നത്. നമുക്ക് പോയി കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ലൊക്കേഷൻ. നമുക്ക് നോക്കാം. കയറുമ്പോൾ തന്നെ കാണുന്നത് ഒരു വലിയ കല്ലാണ് കേട്ടോ. ഇതാ ബാലൻസിങ് റോക്കാണ്. ഒരു കല്ല് ഇങ്ങനെ ബാലൻസ് ചെയ്ത് വെച്ചതാണ്. ഒരു വലിയ കല്ല് ഇങ്ങനെ വെച്ചതാണ്. അപ്പം ഞാനൊരു വൈഡ് ആംഗിളിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഫസ്റ്റ് കാണുമ്പോൾ ഒരു ഇങ്ങനെ എയറിൽ നിൽക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഒരു റോക്ക്. ഞങ്ങൾ ആദ്യം ഇവിടെ വരുമ്പോൾ ബാലൻസിങ് റോപ്പ് എന്നാണ് കേട്ട. അപ്പോൾ പക്ഷെ ബാലൻസിങ് റോക്കാണ് കേട്ടോ. എയറിലാണോ? അതാണെങ്കിലും ഇടി കണ്ടോ ഇതിന്റെ താഴെ. ഞാൻ എത്ര റിസ്ക് എടുത്തിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതാണ് സ്ഥലം. അപ്പോൾ ഇതും കൂടി നിങ്ങളെ കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് മൗലിംഗ്ലോങ് വില്ലേജ് എന്ന് പറഞ്ഞ ഏഷ്യയിലെ തന്നെ ക്ലീനസ്റ്റ് വില്ലേജ് ആണ്. അപ്പോൾ അത് പോകുന്ന വഴിയാണ് ഈ സംഭവം കണ്ട് നിർത്തിയത്. അപ്പോൾ നമ്മുടെ ഈ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ആരെങ്കിലും ഇങ്ങോട്ട് ഈ വഴി വരുന്നവർക്കൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.